ദൈവത്തിന് സ്തോത്രം. വേണ്ടുവരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നല്ല നാമം ഈ നല്ല വൈകിയ വേളയിൽ നമ്മുടെ മധ്യ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരിക്കൽ കൂടി ഒരുമിച്ച് നല്ല കർത്താവിനെ സ്തുതിക്കുവാനും ആ നല്ല കർത്താവിൻ്റെ സന്നിധിയിൽ ഈ വൈകിയ വേളയിൽ പ്രതീക്ഷയോടും പ്രാർത്ഥനയോടുമായിരിക്കുവാനും നമുക്കൊരുക്കപ്പെട്ട ശ്രേഷ്ഠകരമായ നല്ല അനുഭവത്തിനായി, നല്ല അവസരത്തിനായി നല്ല കർത്താവിനെ ഒരുമിച്ച് സ്തുതിക്കാം, മഹത്വപ്പെടുത്താം. നന്ദി കർത്താവേ, നന്ദി രാജാവേ, നന്ദി യേശുവേ. ഞങ്ങളങ്ങേ സ്തുതിക്കുന്നപ്പാ. ഈ വൈകിയ വേളയിലും ഒരുമിച്ച് ഈ പട്ടണത്തിൻ്റെ മധ്യത്തിൽ ഞങ്ങൾക്ക് അങ്ങേ സ്തുതിക്കുവാനും അങ്ങയുടെ നാമത്തെ ഉയർത്തുവാനും അങ്ങയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുവാനും അങ്ങയുടെ വചനത്തിൻ്റെ ശക്തി അനുഭവിക്കുവാനും ഞങ്ങൾക്കൊരുക്കിയ നല്ല അവസരത്തിനായി നന്ദി കർത്താവേ. ഈ സമയം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ദാനം യേശുവേ, ഈ സമയവും ഞങ്ങൾ നിൽക്കുന്നതല്ല, അങ്ങ് ഞങ്ങളെ നിർത്തിയിരിക്കുന്നു. അങ്ങയുടെ സ്നേഹത്തിനായി, അങ്ങയുടെ കരുതലിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന കർത്താവേ. ഇങ്ങനൊരു വൈകുന്നേരം, അനേകർക്ക് ലഭ്യമാകാതെ പോയ വൈകുന്നേരം, അനേക ഭവനങ്ങൾക്കകത്ത് നിലവിളിയുടെയും വേദനയുടെയും പരിഭവങ്ങളുടെയും പരാതികളുടെയും ശബ്ദമുയരുന്ന ഈ വൈകുന്നേരം പ്രത്യാശയുടെയും സന്തോഷത്തിൻ്റെതുമാക്കി നമ്മുടെ ജീവിതത്തിൽ നൽകിയ നല്ല കർത്താവിനെ ഒരുമിച്ച് കരങ്ങളെ തട്ടി സ്തുതിച്ച് മഹത്വപ്പെടുത്താം. അന്യഭാഷകളിൽ ആ നല്ല കർത്താവിനെ അല്പസമയം സ്തുതിച്ച് മഹത്വപ്പെടുത്തിയാട്ടെ. സ്തുതിക്കുവാൻ അവസരം ഉള്ളവർ ഭാഗ്യവാന്മാർ. ദൈവത്തിൻ്റെ വചനം പറയുന്നു, സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതമത്രേ. നീതിമാന്മാരായി നേരുള്ളവരായി നമ്മെ കണ്ട നല്ല കർത്താവിനെ ഈ വൈകിയവേളയിലും ഒരുമിച്ച് പട്ടണത്തിന് മധ്യത്തിൽ സ്തുതിച്ച് മഹത്വപ്പെടുത്തിയാട്ടെ. കയ്യാമങ്ങളെ തകർക്കുന്ന, കാൽച്ചങ്ങലകളെ തകർക്കുന്ന, അടിസ്ഥാനങ്ങളെ ഇളക്കുന്ന, കാരാഗ്രഹത്തിൻ്റെ വാതിലുകളെ തുറക്കുന്ന കാരാഗ്രഹ പ്രമാണിമാരെ രക്ഷയ്ക്കായി എന്തു ചെയ്യണമെന്ന് ചോദിച്ച് ചാടി വരുമാറാക്കുന്ന സ്തുതിയും സ്തോത്രവും ഈ വൈകിയ വേളയിലും ഉയരട്ടെ. നിന്റെ സ്തുതി സ്വർഗത്തിലേക്ക്, യേശുവിൻ നാമത്തിൽ ആരാധന സ്വർഗത്തിലേക്ക്, സ്തോത്രം സ്വർഗത്തിലേക്ക്. ഓ രാധരെ ഷന്ധാരകന ധീബൽ ഭൗഡ ഷന്ധോരകന. സ്തുതിക്കുന്ന കർത്താവേ, സ്തുതിക്കുന്ന രാജാവേ, സ്തുതിക്കുന്ന ഈ പട്ടണ മധ്യത്തിൽ അങ്ങേക്കുള്ള സ്തുതി, അങ്ങേക്കുള്ള ആരാധന, അങ്ങേക്കുള്ള മഹത്വം, അങ്ങയുടെ നാമം മാത്രം ഉയരുന്ന, അങ്ങയുടെ നാമത്തിൽ മാത്രം സ്തുതി ഉയരുന്ന, അങ്ങയുടെ നാമത്തിന് മാത്രം മഹത്വവും ബഹുമാനവും പുകഴ്ചയും ഉയരുന്ന നല്ല സമയത്തിനായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്ന കർത്താവേ. സ്തുതിയോടെ സ്തോത്രത്തോടെ ഞങ്ങളങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വരുന്നു. പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ ഒപ്പമായിരിക്കുന്നവർ, തുടർന്നും ഞങ്ങൾക്കൊപ്പം ആയിരിക്കുവാൻ പോകുന്നവർ, നിങ്ങളെ ഓർത്ത് നല്ല കർത്താവിനെ സ്തുതിക്കുന്നു. നല്ല കർത്താവിൻ്റെ നാമം ഈ നല്ല സമയം നമ്മുടെ മധ്യ വാഴ്ത്തപ്പെടുമാറാകട്ടെ. അതിന് തക്കവണ്ണം ആ വാഴ്ത്തപ്പെടുന്ന നാമത്തിനൊപ്പം നിൽക്കുവാൻ നിങ്ങളെ ഓരോരുത്തരെയും ഈ വൈകിയ വേളയിൽ ഇന്ന് നടക്കുന്ന കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സമൃദ്ധിയുടെയും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും വൈകിയ വേള കർത്താവ് നമുക്ക് ഒരുക്കി നൽകട്ടെ. അല്പസമയത്തെ വചന ധ്യാനത്തിനായി വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് നിങ്ങളുടെ ശ്രദ്ധയ്ക്കായ ഒരു വാക്യം ഞാൻ വായിക്കട്ടെ. പത്രോസ് അപ്പോസ്തലൻ എഴുതിയ 1-ാമത്തെ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം. അവിടെ വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു, എന്നാൽ അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തൻ്റെ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കും. ഒരു നിമിഷം കൂടെ കേൾപ്പിച്ച വചനത്തിന് മുമ്പിൽ നമ്മെ തന്നെ പൂർണ്ണമായൊന്ന് സമർപ്പിക്കാം. യേശുവേ, നല്ല കർത്താവേ, ഈ നല്ല വൈകിയവേളയിലായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. അങ്ങ് നിർത്തിയിരിക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു. അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് നിറച്ചിരിക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവേ. അങ്ങയുടെ വചനത്തിലൂടെ ഈ രാത്രിയിലും അങ്ങ് ഞങ്ങളോട് സംസാരിക്കണമേ. അങ്ങയുടെ വചനത്തിൻ്റെ ശക്തി ഇന്ന് ഈ വൈകിയ വേളയിൽ ഈ പട്ടണം അറിയട്ടെ. ഭൂലോകത്തെ ഇളക്കുന്നവരെന്ന് അപ്പോസ്തലന്മാരും അവരിലൂടെ വിളിച്ചു പറയപ്പെട്ട വചനവും അറിയപ്പെട്ടതുപോലെ ഇന്ന് ഈ വൈകിയ വേളയിൽ ഞങ്ങളിലൂടെ അങ്ങയുടെ വചനം പുറത്തു വരുമ്പോൾ ഭൂലോകത്തെ ഇളക്കുന്നവരെന്ന് അറിയുവാൻ തക്കവണ്ണം ദേശത്തിന് മേൽ വെളിപ്പെട്ട് നിൽക്കുന്ന വിശ്വാസികളെ പുറത്തുവിടാതെ ഭക്തനെ തളച്ചിടുന്ന പൈശാചിക മണ്ഡലങ്ങളെ തകർക്കുന്ന ദൈവത്തിൻ്റെ അത്ഭുത ശക്തി വചനത്തിലൂടെ ഈ വൈകിയ വേളയിൽ വെളിപ്പെട്ട് വരട്ടെ. വചനം കേൾക്കുന്ന ദേശത്തെ ഓർത്ത് ഞങ്ങൾ ഒരു നിമിഷം പ്രാർത്ഥിക്കുന്ന കർത്താവേ. വചനം എത്തപ്പെടുന്ന സ്ഥാനത്തൊക്കെയും ചലിക്കുന്നതൊക്കെ ജീവൻ പ്രാപിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ കർത്താവേ.
ഭവനങ്ങൾക്കകത്തായിരിക്കുന്നവർ, പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടായിരിക്കുന്നവർ, നാളെക്കുറിച്ച് ഉത്കണ്ഠയോടെ ചിന്തിച്ച് വേദനിച്ചായിരിക്കുന്നവർ, ഇന്ന് ഈ വൈകിവേളയിൽ ദൈവവചനത്തിൻ്റെ ശക്തി അളവ് കുറയാതെ പ്രിയപ്പെട്ട ഓരോരുത്തരും അനുഭവിക്കട്ടെ. പ്രതീക്ഷ നഷ്ടപ്പെട്ടവർ പ്രതീക്ഷയോടെ, പ്രത്യാശയോടെ പുറത്തു വരുന്ന രാത്രിയായി ഈ വൈകിയവേള മാറട്ടെ. ഏറ്റവും ശ്രേഷ്ഠകരമായ അനുഭവങ്ങൾക്കായി ദൈവത്തിൻ്റെ വചനം അകത്തായിരിക്കുന്ന, പുറത്തായിരിക്കുന്ന, കേൾവിക്കാരായിരിക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളെയും അങ്ങ് ഒരുക്കണമേ കർത്താവേ. പാറയെ പിളർക്കുന്ന ചുറ്റികയായി ദൈവത്തിൻ്റെ വചനം തടസ്സങ്ങൾക്ക് മുമ്പിൽ തളർന്നു നിൽക്കുന്നവരുടെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ. മുൻപിൽ കെട്ടി ഉയർത്തപ്പെടുന്നത് യെരിഹോവായിരുന്നാലും പതഞ്ഞൊഴുകുന്നതും യോർദാനോ ചെങ്കടലോ ആയിരുന്നാലും തകർക്കുന്ന ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി ഇന്ന് ഈ വൈകിയ വേളയിൽ വെളിപ്പെട്ട് വരട്ടെ കർത്താവേ. ശത്രു കെട്ടി ഉയർത്തിയതിനെ തകർത്ത് മുന്നേറുവാൻ തക്കവണ്ണം ദൈവവചനത്തിൻ്റെ ശക്തി ഞങ്ങൾക്ക് മുമ്പിൽ വെളിപ്പെടണമേ. ഇനി മുൻപോട്ട് പോകുവാൻ കഴിയാതെ വഴികളടഞ്ഞായിരിക്കുന്നവർക്ക് മുമ്പിൽ സ്വർഗം ദൈവവചനത്തിൻ്റെ ശക്തിയാൽ വഴി തുറന്ന് നൽകണമേ. രോഗികളായി ഒപ്പമായിരിക്കുന്നവരുണ്ട്, കേൾവിക്കാരായി ആയിരിക്കുന്നവരുണ്ട്. യേശുവേ, വചനത്തിൻ്റെ ശക്തി രോഗസൗഖ്യമായി ശരീരങ്ങൾക്കകത്ത് ചലിക്കട്ടെ. യേശുവേ, മരുന്നുകൊണ്ട് സൗഖ്യമാകാത്ത രോഗങ്ങൾ ദീർഘനാളുകളായി രോഗിയാക്കി, ബലഹീനയാക്കി, തളർന്നവളാക്കി മാറ്റിയ സഹോദരിയെ ഈ രാത്രിയിലും സൗഖ്യമാക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവേ. ദൈവവചനത്തിൻ്റെ ശക്തി രോഗസൗഖ്യമായി ഇന്ന് രാത്രിയിൽ ചലിക്കട്ടെ കർത്താവേ. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന അത്ഭുതമായി ദൈവവചനം ഇന്ന് രാത്രിയിൽ ചലിക്കട്ടെ. പുതിയതും ശ്രേഷ്ഠകരവുമായത് സംഭവിക്കുവാൻ തക്കവണ്ണം ദൈവവചനം ഇന്ന് രാത്രി വെളിപ്പെടുന്ന കൃപയ്ക്കായി, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടെ ദൈവത്തിൻ്റെ വചനം ചലിക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവേ. ഒപ്പമായിരിക്കുന്ന ഓരോ വ്യക്തികളെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ദൈവവചനത്തിൻ്റെ ശക്തി അളവ് കുറയാതെ അനുഭവിക്കുവാൻ തക്കവണ്ണം ഈ രാത്രിയിലും സ്വർഗമങ്ങ് ശക്തീകരിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഒരിക്കൽ കൂടി നിങ്ങളുടെ ശ്രദ്ധയ്ക്കായി നമുക്കേറെ സുപരിചിതമായ വാക്യം വായിക്കട്ടെ. ലേഖനത്തെക്കാൾ എഴുത്തുകാരൻ നമുക്കേറെ സുപരിചിതനായിരിക്കും. പത്രോസ്. 1 പത്രോസിൻ്റെ ലേഖനം 5-ാം അധ്യായം 10-ാമത്തെ വാക്യം. എന്നാൽ അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തൻ്റെ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കും. പത്രോസ് എന്ന അപ്പോസ്തലൻ കർത്താവ് ഏറെ സ്നേഹിക്കുകയും കർത്താവിനൊപ്പം ശക്തിയോടെ നിൽക്കുകയും ചെയ്ത ഒരു കാലഘട്ടത്തിൽ കർത്താവ് കരങ്ങളിലെടുത്ത് പ്രയോജനപ്പെടുത്തി നിരവധി വർഷങ്ങൾക്കിപ്പുറവും നൂറ്റാണ്ടുകൾക്കിപ്പുറവും ശക്തിയോടെ സഭയുടെ അടിസ്ഥാനമായി നിൽക്കുന്ന വ്യക്തി. ഇന്ന് ഈ വൈകിവേളയിൽ ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയരെ, ദൈവം തിരഞ്ഞെടുക്കുന്നതൊന്നും പാഴായി പോകത്തില്ല. ആമേൻ. ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയട്ടെ, തിരഞ്ഞെടുക്കപ്പെടുന്ന നാളുകളിലെ ഗുണമോ ക്വാളിറ്റിയോ മറ്റുള്ളവർക്ക് മാർക്കിടുവാൻ കഴിയുന്ന അവസ്ഥയോ അല്ല. ദൈവം നിന്നെ തിരഞ്ഞെടുത്തിട്ടുണ്ട് എങ്കിൽ കാലങ്ങളോളം നിന്നിൽ നിന്ന് പുറത്തു വരുവാനുള്ള ചിലതുണ്ടെന്ന് ദൈവം കണ്ടിട്ടുണ്ട്. ആമേൻ. പലരും പലപ്പോഴും ഭാരത്തോട് ചിന്തിക്കും, ദൈവം എന്നെ തിരഞ്ഞെടുത്തിട്ടും ദൈവം എന്നെ സ്നേഹിച്ചിട്ടും ഞാൻ ദൈവത്തിന് പിന്നാലെ ഇറങ്ങി തിരിച്ചിട്ടും ഒന്നും ആകുവാൻ കഴിയാതെ, ഒരിടത്തും എത്തുവാൻ കഴിയാത്തൊരവസ്ഥയിൽ ഞാൻ ആയിരിക്കുന്നുവല്ലോ. കേൾക്കണമേ, ഇന്ന് ഈ വൈകിയ വേളയിൽ ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുവാൻ നമുക്ക് ആമേൻ കാരണമായി തീർന്ന വചനത്തിന് എഴുത്തുകാരനായി ദൈവം കണ്ട അപ്പോസ്തലനായ പത്രോസിൻ്റെ ജീവിതവും അവിധത്തിലാണെന്ന് നമുക്ക് കാണുവാനായി കഴിയും. പലവരും ദൈവത്തിൻ്റെ സ്നേഹം മാടി വിളിച്ച് ദൈവസ്നേഹത്തിൽ ചേർത്ത് നിർത്തപ്പെടുന്ന അനുഭവങ്ങളുണ്ടായിട്ടും അറിഞ്ഞും അറിയാതെയും ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന, എന്തിനു പറയുന്നു, യോഹന്നാൻ സുവിശേഷം 21-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ പ്രാണപ്രിയനായ യേശുനാഥൻ ക്രൂശിക്കപ്പെട്ടത് കണ്ട് തളർന്നുറങ്ങേണ്ട സമയത്ത്, അല്ലെങ്കിൽ തളർന്ന് നിലവിളിയോടെ കണ്ണുനീർ തോരാതെ ആയിരിക്കേണ്ട സമയത്തും ഒപ്പമുള്ളവരെ വിളിച്ച് പഴയ പണിക്ക് പോകുവാൻ ആമേൻ ആലോചന അന്വേഷിക്കുന്ന പത്രോസിനെ നമുക്ക് കാണുവാനായി കഴിയും. പത്രോസിൻ്റെ ചിന്ത ഇത് തന്നെ ആയിരിക്കണം. എന്നെ യേശു തിരഞ്ഞെടുത്തിട്ടും എനിക്ക് യേശു ആഗ്രഹിച്ചതുപോലെ പ്രയോജനപ്പെടുവാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ എന്നിൽ യേശു കണ്ടതൊന്നും ഇല്ല എന്ന്. എന്നാൽ
അന്ന് രാത്രിയിൽ പത്രോസിനെ തേടി വന്ന യേശു നമ്മോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ആമേൻ. തിരഞ്ഞെടുപ്പ് വെറുതെ ആയിട്ടില്ല. ഈ രാത്രിയിലും എന്നെ കേൾക്കുന്ന പ്രിയരെ, തിരഞ്ഞെടുപ്പ് വെറുതെ ആയിട്ടില്ല. നിന്നെ വെറുതെ തിരഞ്ഞെടുത്തതല്ല. നിന്നിൽ നിന്ന് ചിലത് പുറത്തു വരുവാനുണ്ട്. താങ്കിലോട് യേശുവിൻ നാമത്തിൽ തിരിച്ചറിയുന്നവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ലോകം നിന്നെ നോക്കുന്നത് പോലെ നോക്കിയിട്ടല്ല, ലോകം നിന്നിൽ കണ്ടതുപോലെ കണ്ടിട്ടല്ല എൻ്റെ ദൈവം തിരഞ്ഞെടുത്തത്. നിന്റെ ഹൃദയമറിഞ്ഞ്, നിന്റെ ഹൃദയത്തിൻ്റെ വേദന അറിഞ്ഞ്, പരാജയത്തിൻ്റെ അർദ്ധരാത്രികൾ കരഞ്ഞ് തളർന്ന അനുഭവങ്ങളെ കണ്ട് എൻ്റെ ദൈവം നിന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ നിന്നെ പ്രയോജനപ്പെടുത്താതെ എൻ്റെ ദൈവം വിടത്തേ ഇല്ല. ഹല്ലേലൂയ. ആമേൻ. നോക്കൂ, കർത്താവായ യേശു ക്രിസ്തുവിനോടൊപ്പമായിരിക്കുന്ന പത്രോസ് അപ്പോസ്തലൻ്റെ ഒരു കാലഘട്ടം വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാനായി കഴിയും. കർത്താവിൻ്റെ പിന്നാലെ ഇറങ്ങിത്തിരിക്കുന്നു. ഒരു അത്ഭുതത്തോടെയാണ് അപ്പോസ്തലൻ പത്രോസ് കർത്താവിൻ്റെ പിന്നാലെ ഇറങ്ങിത്തിരിക്കുന്നത്. തുടർന്ന് ഒത്തിരി അത്ഭുതങ്ങളിൽ പങ്കാളികളാകുന്ന പത്രോസ് അപ്പോസ്തലനെ നമുക്ക് കാണുവാൻ കഴിയും. തള്ളിപ്പറച്ചിലിൻ്റെതായ രാത്രികൾ, കുറ്റപ്പെടുത്തലിൻ്റെതായ സമയങ്ങൾ, പെറുപെറുപ്പിൻ്റെതായ അനുഭവങ്ങൾ, ഇതൊക്കെയുള്ള ഒരു പത്രോസിൽ നിന്ന് മാറി കർത്താവായ യേശു ക്രിസ്തുവിന് ശേഷം, അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു ആമേൻ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടതിന് ശേഷമുണ്ടാകുന്ന പത്രോസ് അപ്പോസ്തലൻ്റെ ജീവിതത്തെ മറ്റൊരു രീതിയിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഒരു ബാല്യക്കാരിയുടെ മുൻപിൽ പോലും യേശുവിനെ തള്ളിപ്പറയുന്ന പത്രോസ് പിന്നത്തേതിൽ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ ചുറ്റും കൂടി നിൽക്കുന്ന യഹൂദന്മാരുടെ മുൻപിൽ, തൻ്റെ മുൻപിലായിരിക്കുന്ന യഹൂദന്മാരെ മുഴുവൻ സാക്ഷി നിർത്തി ആ യേശുവിനെ അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തവനാണ്, അവനെ നിങ്ങൾ ക്രൂശിച്ചവനാണ്, നിങ്ങൾ ക്രൂശിച്ച് കൊന്നവരാണെന്ന് മടികൂടാതെ പറയുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അത്രമാത്രം ദൈവത്തിൻ്റെ ശക്തി അളവ് കൂടാതെ അനുഭവിച്ചവനാണ് അപ്പോസ്തലനായ പൗലോസ്. ആ പത്രോസാണ് ഇവിടെ ചിന്തയ്ക്കായി വായിച്ച വാക്യത്തിൽ ഇவ்விധത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ. അപ്പോൾ ഒരു ഭക്തൻ്റെ ജീവിതത്തിലെ കഷ്ടത്തിൻ്റെ അനുഭവത്തെക്കുറിച്ച് അപ്പോസ്തലനായ പത്രോസ് തൻ്റെ ജീവിതത്തെ മുൻനിർത്തി ഇவ்விധത്തിൽ പറയുന്നു. ഭക്തന് കഷ്ടമുണ്ട്, ഇല്ല എന്നല്ല, എന്നാൽ ആ കഷ്ടത്തിനൊരു കാലാവധി വച്ചിരിക്കുന്നു. ആമേൻ. ഒരിക്കൽ കൂടി സന്തോഷത്തോടെ പറയട്ടെ, നമ്മൾ കഷ്ടം അനുഭവിക്കുന്നു, അത് സത്യമാണ്. എന്നാൽ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു, കഷ്ടതയ്ക്കൊരു കാലാവധി വച്ചിരിക്കുന്നു. എല്ലാ കാലത്തും എന്നുമെന്നും കഷ്ടതയിൽ തകർന്നും തളർന്നു പോകുവാൻ എൻ്റെ ദൈവം നിന്നെ വിട്ടുകൊടുക്കത്തില്ല. നീ ഇന്ന് കഷ്ടതയിലായിരിക്കുന്നുവോ, നീ ഇന്ന് കഠിനമായ വേദനയിലായിരിക്കുന്നുവോ, നിന്നെ ഈ കഷ്ടതയിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ നിശ്ചയമായും എൻ്റെ ദൈവം നിന്നെ തേടി വരും. ആമേൻ. ഈ കഷ്ടതയിൽ നീ ഒടുങ്ങിപ്പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തേ ഇല്ല. കഷ്ടം ഇല്ല എന്നല്ല. ആമേൻ. ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയട്ടെ, നമ്മൾ ദൈവമക്കളായിരിക്കുമ്പോൾ, ദൈവത്തിൻ്റെ പിന്നാലെ ഇറങ്ങിത്തിരിക്കുമ്പോൾ, കർത്താവിൻ്റെ നാമത്തിൽ പലതും ചെയ്യുമ്പോൾ കഷ്ടം ഇല്ല എന്നല്ല. പ്രാരംഭമായി ഞാൻ 2 ഭാഗങ്ങൾ അപ്പോസ്തലനായ പത്രോസിനെ കുറിച്ച് പറഞ്ഞു. ഒന്ന്, യേശുവിനൊപ്പം ഉണ്ടായിരുന്ന ഒരു ഭാഗം. 2, ശക്തിമാനായി മാറിയ, അഥവാ ഏത് സാഹചര്യത്തിലും സുവിശേഷം ആരുടെ മുമ്പിൽ നിന്നും മടികൂടാതെ, ലജ്ജ കൂടാതെ, ധൈര്യത്തോടെ പ്രസ്താവിക്കുവാൻ കഴിവുള്ള ഒരു കാലത്തിൽ എത്തിച്ചേർന്ന പത്രോസ് അപ്പോസ്തലൻ. ഈ രണ്ടാമത്തെ കാലത്തിൽ ധൈര്യശാലിയായ, ഒന്നിനെയും ഭയപ്പെടാതെ നിൽക്കുന്ന പത്രോസ് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ തൻ്റെ നിഴൽ തട്ടുന്ന ഭാഗത്ത് രോഗികൾ സൗഖ്യമാകുന്ന, തൻ്റെ വസ്ത്രത്തിൽ നിന്ന് കാലപ്പഴക്കം കൊണ്ട് പിഞ്ചു വീഴുന്ന ആമേൻ നൂലുകൾ വീണുപോലും രോഗികൾ സൗഖ്യമാകും വിധത്തിൽ അത്ഭുത ശക്തി നിറഞ്ഞവനായ പത്രോസ്. ആ പത്രോസ് പറയുന്നു, ആമേൻ, ഞാൻ ശക്തി നിറഞ്ഞവനായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോഴും, ആമേൻ, ഈ ഭൂമിയിൽ ഞാനായിരിക്കുമ്പോൾ എനിക്ക് കഷ്ടമുണ്ട്. എങ്കിലും ആ കഷ്ടം അത് സദാകാലത്തേക്ക് തുടരുവാൻ ദൈവം അനുവദിക്കത്തില്ല. ഒരിക്കൽ കൂടി ആവർത്തിച്ചു പറയട്ടെ, എന്നെ കേൾക്കുന്ന പ്രിയരെ, ഒരുപക്ഷെ നമ്മൾ പ്രാർത്ഥിക്കുന്നവരായിരിക്കാം, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരായിരിക്കാം, മറ്റുള്ളവരുടെ സങ്കടങ്ങളിൽ ആശ്വാസമായി മാറുവാൻ, അവരെ ചേർത്ത് പിടിക്കുവാനൊക്കെ ശ്രമിക്കുന്നവരായിരിക്കാം. പലരും പരാതി പോലെ പറയുന്ന കാര്യമുണ്ട്, ദൈവദാസനെ, ഞാൻ അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഞാൻ അനേകർക്ക് വേണ്ടി ആശ്വാസവാക്കുകളുമായി കടന്നു ചെല്ലുന്നു, ദൈവത്തിൻ്റെ വചനം അനേകരോട് പങ്കുവയ്ക്കുന്നു. ആമേൻ, സ്തോത്രം. ആശ്ചര്യത്തോടെ പറയട്ടെ, ഞാൻ അനേകരോട് സുവിശേഷം പറയുമ്പോൾ അവരുടെ ജീവിതത്തിൽ ആശ്വാസമുണ്ടാകുന്നു. ഞാൻ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവരിലെ രോഗങ്ങൾ സൗഖ്യമാകുന്നു. ഞാൻ ഏത് വിഷയത്തിന് മധ്യത്തിൽ
ഒരു ഭവനത്തിൽ കടന്നുപോയാലും ആ വിഷയത്തിന് മാറ്റം വരുന്നു. എന്നാൽ ഞാൻ കഷ്ടതയിൽ തന്നെ തുടരുന്നു, എന്നാൽ ഞാൻ കഷ്ടതയിൽ തന്നെ തുടരുന്നു. ഇത് തന്നെയാണ് ഈ ലേഖനം എഴുതുന്ന സമയങ്ങളിലും അപ്പോസ്തലനായ പൗലോസ് ഉൾപ്പെടെയുള്ള ശിഷ്യന്മാരും ആയിരിക്കുന്നത്. ആമേൻ. അവർ അടികൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഓടുന്ന പോക്കിൽ സൂര്യപ്രകാശമുള്ള സമയമാണെങ്കിൽ അവരുടെ ശരീരത്തിൽ സൂര്യപ്രകാശം തട്ടി നിഴൽ വീഴുമ്പോൾ ആ നിഴൽ വീഴുന്ന സ്ഥാനത്ത് രോഗികൾ സൗഖ്യമാകുന്നു. അവർ കടന്നു പോകുന്ന വഴിയിൽ ആമേൻ കല്ലിലോ മുള്ളിലോ കൊണ്ട് വസ്ത്രത്തിന്റെ റൂമാലുകൾ പിഞ്ചു വീഴുമ്പോൾ അവിടെ അത്ഭുതം നടക്കുന്നു. എന്നാൽ അവർ കഷ്ടത അനുഭവിക്കുന്നു. ആ കഷ്ടതയുടെ മുമ്പിൽ പകച്ചു നിൽക്കാതെ അവർ ഒരു കാര്യം തിരിച്ചറിയുകയാണ്. അതെ, ഈ കഷ്ടം അല്പകാലത്തേക്കത്രേ, ഈ കഷ്ടം സദാകാലത്തേക്കല്ല. പ്രാർത്ഥിക്കുന്ന കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്ന അനേകർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവരുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിച്ച അത്ഭുതങ്ങൾ കണ്ട പ്രിയ സഹോദര, പ്രിയ സഹോദരി, എന്നെ കേൾക്കുന്ന പ്രിയരെ, തിരിച്ചറിയണമേ, ഈ കഷ്ടം സദാകാലത്തേക്കല്ല. നിന്നെ ഇന്ന് കരയിപ്പിക്കുന്ന, നിന്നെ ഇന്ന് വേദനിപ്പിക്കുന്ന, നിന്നെ ഇന്ന് നിരാശപ്പെടുത്തുന്ന ഈ കഷ്ടത്തിന്റെ അനുഭവത്തിൽ നിന്ന് എൻ്റെ ദൈവം നിശ്ചയമായും നിന്നെ പുറത്ത് കൊണ്ടുവരിക തന്നെ ചെയ്യും. ഭക്തന്റെ കഷ്ടത അതവന്റെ മരണത്തിൽ ഒടുങ്ങുന്ന ഒരു കാര്യം അല്ല. ഒരിക്കൽ കൂടി ആവർത്തിച്ചു പറയട്ടെ, എന്താണ് ലോകമനുഷ്യനും ഭക്തനും തമ്മിലുള്ള വ്യത്യാസം എന്ന് ചോദിച്ചാൽ ഞാൻ സന്തോഷത്തോടെ പറയും, രണ്ടു കൂട്ടർക്കും കഷ്ടതയുണ്ട്, രണ്ടു കൂട്ടർക്കും പ്രതിസന്ധികളുണ്ട്, രണ്ടു കൂട്ടർക്കും വെല്ലുവിളികളുണ്ട്. പക്ഷേ ഒരു ഭക്തനും അവന്റെ കഷ്ടതയിൽ അവസാനിച്ചു പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ഒരുപക്ഷെ നീ യോബിനെ പോലെ നിലവിളിച്ചേക്കാം, ഒരുപക്ഷെ നീ ദാവീദിനെ പോലെ മരണമന്വേഷിച്ച് ഓടിയേക്കാം, ഒരുപക്ഷെ ഏലിയാവിനെ പോലെ നീ മരണത്തിനായി കാത്തുകിടന്ന് നിലവിളിച്ചേക്കാം. എങ്കിലും കേൾക്ക്, മരണത്തിന് നിന്നെ ഏൽപ്പിച്ചു കൊടുക്കാതെ, നീ ഓടുന്ന വഴിയിൽ തളർന്നും തകർന്ന് നീ നശിച്ചു പോകാതെ നിനക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം ഇന്നും ജീവിക്കുന്നു. ഭക്ത, നീ കഷ്ടതയിലാണോ? ഈ കഷ്ടതയിൽ ഒടുങ്ങിപ്പോകുവാൻ എൻ്റെ ദൈവം നിന്നെ അനുവദിക്കത്തില്ല. ഭക്തേ, നീ കഷ്ടതയിലാണോ? ഈ കഷ്ടതയിൽ അവസാനിച്ചു പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ഈ അല്പകാലം കഴിഞ്ഞു പോകും. ഹല്ലേലൂയ. ഈ അല്പകാലം കഴിഞ്ഞു പോകും. ആമേൻ. യോബിന്റെ ജീവിതം മനോഹരമായി വിശുദ്ധ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തപ്പെടുമ്പോൾ, ആമേൻ, സ്തോത്രം, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നിവേശിതമായി ആ പുസ്തകം എഴുതിയ ഭക്തൻ കണക്കുകൂട്ടിയതും അത് തന്നെയാണ്. ഇത് വായിച്ച് മനസ്സിലാക്കുന്ന ഓരോ ഭക്തനും തിരിച്ചറിയണം, അവന് കഷ്ടതയുണ്ട്, എന്നാൽ അതിനൊരു കാലവുമുണ്ട്. ആമേൻ. ഹല്ലേലൂയ. നിനക്ക് കഷ്ടതയുണ്ട്, അതിനൊരു കാലവുമുണ്ട്. ഈ കഷ്ടതയുടെ കാലവും കടന്നു പോകും, ഈ കണ്ണുനീരിന്റെ കാലവും കടന്നു പോകും, ഈ വേദനയുടെ കാലവും കടന്നു പോകും, ഈ നിരാശയുടെ കാലവും കടന്നു പോകും. ആരും തേടി വരുവാനില്ലാത്ത സ്ഥാനത്ത് ഒറ്റപ്പെടുത്തുകയും പരിഹസിക്കുകയും കൂടെ നിൽക്കേണ്ടവർ പോലും മാറി നിന്ന് മാറ്റി നിർത്തി കുറ്റം പറയുന്ന അതേ സമയത്ത് ആകാശം ചായ്ച്ചിറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട്. യോബിന് വേണ്ടി ചുഴലിക്കാറ്റിൽ ഇറങ്ങി വന്ന ദൈവം ആ അല്പകാലത്തിന് സ്റ്റോപ്പ് ഇടുവാൻ തക്കവണ്ണം തന്റെ ഭക്തൻ അനുഭവിച്ച, തന്റെ ഭക്തൻ കരഞ്ഞ, തന്റെ ഭക്തൻ നിലവിളിച്ച ആ അല്പകാലത്തിന് കഷ്ടതയുടെ കഠിനതയുടെ കണ്ണുനീരിന്റെ അല്പകാലത്തിന് അറുതി വരുത്തുവാൻ ചുഴലിക്കാറ്റിൽ ഇറങ്ങി വന്ന ദൈവം അതേ നിനക്ക് വേണ്ടി ഇറങ്ങി വരും. ഈ ചുഴലിക്കാറ്റും ഈ പ്രതിസന്ധിയും ഈ കണ്ണുനീരും ഈ നിലവിളിയും ഈ നിരാശയും അത് സദാകാലത്തേക്കും തുടരത്തില്ല. എൻ്റെ ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങി വരിക തന്നെ ചെയ്യും. ഹല്ലേലൂയ. കഷ്ടമുണ്ട്, കഷ്ടം ഇല്ല എന്നല്ല, ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയട്ടെ, ഇവിടെ നിൽക്കുമ്പോഴും കഷ്ടമുണ്ട്. ആമേൻ, സ്തോത്രം. യോബിന്റെ ജീവിതം കഷ്ടതകളുടെ കൂമ്പാരമായി മാറുന്നതിന് കാരണം, ആമേൻ, യോബിനോട് ചോദിച്ചാൽ യോബ് പറയും, എനിക്കുള്ളതെല്ലാം നഷ്ടപ്പെട്ടു പോയതല്ല, എന്നെ ഏറെ കഷ്ടപ്പെടുത്തിയത്. ആമേൻ. യോബ് ആദ്യം പറയും, എൻ്റെ ജീവിതത്തിൽ എന്നെ ഏറെ തളർത്തിയ സന്ദർഭം എൻ്റെ ഭാര്യ എന്നെ തള്ളിപ്പറഞ്ഞിട്ട് പോയതാണ്, എൻ്റെ പ്രിയനായവൾ പ്രതിസന്ധിയുടെ മധ്യത്തിൽ എന്നെ ഉപേക്ഷിച്ചിട്ട് പോയതാണ്. ആമേൻ. യോബിൽ തുടങ്ങി അതിനുശേഷവും നിരവധി ഭക്തന്മാർ കഷ്ടതയിലൂടെ കഠിനതയിലൂടെ കടന്നു പോയിരിക്കാം. അപ്പോഴൊക്കെ നിശ്ചയമായും യോബിനെ പോലെ അവർക്കും പറയുവാൻ അവസരം കിട്ടിയിട്ടുണ്ടാകാം. കഷ്ടതയുടെ മധ്യത്തിൽ ആരൊക്കെ കൂടെ കാണുമെന്ന് വിചാരിച്ചോ അവരാണ് ആദ്യം ടാറ്റ പറഞ്ഞിട്ട് പോയത്. ആമേൻ. എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങൾ ഭക്തരാണെങ്കിൽ കഷ്ടത വരുമ്പോൾ നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ടവർ ആദ്യം ഓടി രക്ഷപ്പെടും. ആമേൻ. ഹല്ലേലൂയ. നിങ്ങൾ ഭക്തനാണെങ്കിൽ, നീ ദൈവത്തെ അറിഞ്ഞവനാണെങ്കിൽ, നീ ദൈവത്തെ അറിയുന്നവളാണെങ്കിൽ, ആമേൻ, സ്തോത്രം, കർത്താവ് നിന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ നിന്റെ കഷ്ടതയുടെ മധ്യത്തിൽ ഏറ്റവും വേണ്ടപ്പെട്ടവർ, ഒപ്പം നിൽക്കേണ്ടവർ ആദ്യം തന്നെ ടാറ്റ പറഞ്ഞു പോകും. യോബ് പറയും, എന്നെ ഏറെ വിഷമിപ്പിച്ചത് അതാണ്. ആമേൻ, സ്തോത്രം. നീ പോയി ചത്തുകളക എന്ന ശാപവാക്കുച്ചരിച്ചുകൊണ്ട് തൻ്റെ ഭാര്യ കടന്നുപോയി. തുടർന്ന്, ആമേൻ, യോബിന്റെ 4 സ്നേഹിതന്മാർ കടന്നു വരുന്നതായിട്ട് യോബിന്റെ പുസ്തകത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. കൂടുതൽ വിശദീകരണത്തിന്റെ ആവശ്യം ഇല്ലല്ലോ. 4 പേർ കടന്നു വരുമ്പോൾ യോബിന്റെ ഉള്ളിലൊരു, ആമേൻ,
ആമേൻ സന്തോഷത്തിൻ്റെ ആമേൻ അനുഭവം ഉണ്ടായി കാണണം. ശരീരം മുഴുവൻ പരിക്കളാൽ നിറഞ്ഞിരിക്കുന്നു, വേദനയാണ്. ഇനി എൻ്റെ സ്നേഹിതന്മാർ കടന്നു വരും. അവർ എന്നെ കണ്ട് ഇരിക്കുന്നവരാണ്. അവരുടെ ആ പിതാക്കന്മാരുടെ കാലം മുതൽ അവർ എന്നെ അറിയുന്നവരാണ്. ഇനി അവരുടെ വായിൽ നിന്ന് വരുന്ന ആശ്വാസ വചനങ്ങൾ കേട്ട് എനിക്ക് ആശ്വസിക്കുവാനായി കഴിയും. ഒരു പക്ഷേ യോബ് ചിന്തിച്ചത്, അവർ എനിക്കൊപ്പം ഇരിക്കും, അവർ എനിക്കൊപ്പം നിന്ന് പ്രാർത്ഥിക്കും, എനിക്കൊപ്പം കരയും, എനിക്ക് വേണ്ടി മധ്യസ്ഥത അണയ്ക്കും. എന്നാൽ തുടർന്ന് കാണുവാൻ കഴിയും യോബിന്റെ ജീവിതത്തിന്റെ കഷ്ടത ആരംഭിക്കുന്നത് അവിടെയാണ്. ആമേൻ. ആശ്വാസമാകുമെന്ന് കരുതിയവർ, പ്രതീക്ഷയോടെ നോക്കിയവർ ആമേൻ കളിയാക്കുവാനും പരിഹസിക്കുവാനും കുറ്റം പറയുവാനുമായി തുടങ്ങി. കേൾക്കുന്ന പ്രിയരെ, തിരിച്ചറിയണമേ, ഏറ്റവും വലിയ കഷ്ടത ഒറ്റപ്പെടലിന്റെ അനുഭവമാണ്. ഏറ്റവും വലിയ കഷ്ടത പ്രതിസന്ധികളുടെ മധ്യത്തിൽ തള്ളിക്കളഞ്ഞ് ഓടിപ്പോകുന്നവരുടെ ആ കാഴ്ചയാണ്. എന്നാൽ തിരിച്ചറിയണമേ, അന്ന് വരെ വചനം പറയുന്നു, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. ആരും കണ്ടിട്ടില്ല എന്ന് ബൈബിൾ സാക്ഷ്യം പറയുന്ന ദൈവം ഇയ്യോബിനെ തേടി ചുഴലിക്കാറ്റിൽ ഇറങ്ങി വന്നുവെങ്കിൽ ആ ദൈവത്തിന് പറയുവാൻ ഒന്നേയുള്ളൂ, നീ നിന്നെ തള്ളിപ്പറഞ്ഞ് കുറ്റം പറഞ്ഞ് മാറിപ്പോയവരെ കണ്ട് മടുത്തായിരിക്കുന്നുവോ? ആരും കണ്ടിട്ടില്ല എന്ന് സാക്ഷ്യം പറയുന്ന ഞാൻ നിനക്ക് മുമ്പിൽ ഇറങ്ങി വരും. നിന്റെ കരച്ചിൽ വലുതാണെങ്കിൽ, നിന്റെ നിലവിളിയുടെ ഒച്ച വലുതാണെങ്കിൽ, നീ അനുഭവിക്കുന്ന കഷ്ടതയും ഒറ്റപ്പെടലും വലുതാണെങ്കിൽ, ആരും കണ്ടിട്ടില്ല എന്ന് ലോകം സാക്ഷ്യം പറയുന്ന, ബൈബിൾ സാക്ഷ്യം പറയുന്ന സർവശക്തനായ ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങി വരും. ആമേൻ. ഹല്ലേലൂയ. നിന്റെ കഷ്ടത വലുതെങ്കിൽ, യാക്കോബ് പറയും, എന്റെ കഷ്ടത വലുതായിരുന്നത് കൊണ്ട് ഞാൻ അവനെ കാണുക മാത്രമല്ല, ഞാൻ അവനോട് മല്ലു പിടിക്കുകയും ചെയ്തു. എന്റെ കഷ്ടത വലുതായതുകൊണ്ട് ആ ദൈവം എന്റെ കൈക്കുള്ളിൽ ചേർന്ന് നിന്നു. എന്നെ അനുഗ്രഹിക്കുവാൻ തക്കവണ്ണം ആ ദൈവത്തെ ഞാൻ ചേർത്ത് പിടിച്ചു. ആമേൻ. സ്തോത്രം. നോക്കൂ, ആ ഭാഗത്ത് കഷ്ടതയെ കുറിച്ച് പറയുന്ന ആ ഭാഗത്ത് അല്പകാലം കൊണ്ട് മാറിപ്പോകുന്ന അല്ലെങ്കിൽ മാറി വരുന്ന 3 കാര്യങ്ങളെ അവിടെ കാണുവാനായി കഴിയും. ഒന്നാമതായി ആ ഭാഗം വായിക്കുമ്പോൾ ഈ വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു, ദൈവം യഥാസ്ഥാപനപ്പെടുത്തും. 2 ഉറപ്പിക്കും. 3 ആമേൻ സ്തോത്രം ശാക്തീകരിക്കും. 1 ശ്രദ്ധിക്കണമേ, അല്പകാലത്തേക്ക് അഥവാ കഷ്ടമെന്ന ആ സീസൺ കഴിഞ്ഞു പോകുമ്പോൾ ദൈവം യഥാസ്ഥാനപ്പെടുത്തും. ആരോടാണ് യഥാസ്ഥാനപ്പെടുത്തും എന്ന് പറയുന്നത്? നോക്കൂ, യാക്കോബ് എന്ന സ്തോത്രം, പത്രോസ് എന്ന സ്തോത്രം അപ്പോസ്തലൻ ഈ സുവിശേഷം, ഈ ലേഖനം എഴുതുന്നത് ആർക്ക് വേണ്ടിയാണ്? 1-ാം അധ്യായം 1-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയും, ചിതറിപ്പാർക്കുന്ന സകല യഹൂദന്മാർക്കുമായി ഈ സ്തോത്രം ലേഖനം എഴുതപ്പെട്ടിരിക്കുന്നു. ചിതറിപ്പാർക്കുന്ന സകലർക്കുമായി, ചിതറിപ്പാർക്കുന്ന യഹൂദന്മാർക്ക് വേണ്ടി ഈ ലേഖനം എഴുതിയിരിക്കുന്നു. ചിതറിപ്പോയവരെ നോക്കി ആമേൻ അപ്പോസ്തലനായ പത്രോസ് പറയുന്നു, ആമേൻ, ദൈവം നിങ്ങളെ യഥാസ്ഥാനപ്പെടുത്തും. കഷ്ടത മുഖാന്തരം ചിതറിപ്പോയ നിങ്ങളെ ദൈവം യഥാസ്ഥാനപ്പെടുത്തും. ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന പ്രിയരെ, കഷ്ടത മുഖാന്തരം ചിതറിപ്പോയ നിങ്ങളെ എൻ്റെ ദൈവം യഥാസ്ഥാനപ്പെടുത്തും. ഇനിയും ചിതറിപ്പോയവരായി, ഇനിയും തള്ളപ്പെട്ടവരായി, ഇനിയും അലഞ്ഞുഴലുന്നവരായി തീരുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തേയില്ല. നിങ്ങളെ യഥാസ്ഥാപനപ്പെടുത്തുന്ന ഒരു ദൈവം, നിങ്ങളുടെ നന്മകളിൽ യഥാസ്ഥാപനപ്പെടുത്തുന്ന ഒരു ദൈവം, നിങ്ങളുടെ സന്തോഷങ്ങളിൽ യഥാസ്ഥാപനപ്പെടുത്തുന്ന ഒരു ദൈവം, നിങ്ങളുടെ അനുഗ്രഹങ്ങളിൽ യഥാസ്ഥാപനപ്പെടുത്തുന്ന ഒരു ദൈവം, നിങ്ങളുടെ ആരോഗ്യത്തിൽ യഥാസ്ഥാപനപ്പെടുത്തുന്ന ഒരു ദൈവം. കഷ്ടത മുഖാന്തരം എന്തൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയോ അതൊക്കെ നഷ്ടപ്പെട്ടു പോയതായി കണക്ക് പുസ്തകത്തിൽ രേഖപ്പെടുത്തി വയ്ക്കുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തേയില്ല. നോക്കൂ, 1-ാം നൂറ്റാണ്ടിൽ സഭയിൽ വലിയൊരു കഷ്ടം കടന്നു വന്നു. വലിയൊരു കഷ്ടതയെ തുടർന്ന് സഭ ചിതറി. ആമേൻ സ്തോത്രം. അപ്പോസ്തലന്മാർ ചിതറി ഓടിപ്പോയി. ആമേൻ. പിശാച് പറഞ്ഞു, സഭയ്ക്ക് മധ്യത്തിൽ ഒരു സിംഹാസനം എടുത്തിട്ടിട്ട് പിശാച് പറഞ്ഞു, ഞാൻ അവരെ ചിതറിപ്പിച്ചു കളഞ്ഞു, ഞാൻ അവരെ ഓടിപ്പിച്ചു കളഞ്ഞു. ആമേൻ സ്തോത്രം. ആ സാഹചര്യങ്ങൾ ജീവിച്ച്, ആ സാഹചര്യങ്ങളെ അതിജീവിച്ച ഭക്തൻ വന്ന് പറയുന്നു, ആമേൻ, ഞങ്ങളെ പിശാച് ചിതറിച്ചു എന്നത് സത്യമാണ്. എങ്കിലും ആ അല്പകാലം കഴിഞ്ഞപ്പോൾ, പിശാചിന്റെ പ്രവൃത്തിയുടെ അല്പകാലം കഴിഞ്ഞപ്പോൾ ദൈവം ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തി. പിശാച് ചിതറിച്ച സ്ഥാനത്തു നിന്ന് ദൈവം ഞങ്ങളെ തിരിച്ചെടുത്തു. പിശാച് ഞങ്ങളെ ഓടിച്ചെടുത്തു നിന്ന് ദൈവം ഞങ്ങളെ തിരികെ കൊണ്ടുവന്നു. പിശാച് എവിടേക്കൊക്കെ ഞങ്ങൾ അലയുമാറാക്കിയോ അവിടെയൊക്കെയും ദൈവം തന്റെ പ്രവൃത്തി ഞങ്ങളിലൂടെ നിവർത്തിച്ചു. ആമേൻ സ്തോത്രം. കേൾക്കണമേ. ആമേൻ. ഈ അല്പകാലം ഒരുപക്ഷേ
സഭ യെരൂശലേമിൽ നിന്ന് ചിതറപ്പെട്ടപ്പോൾ, വലിയ പീഡ കടന്നു വന്നപ്പോൾ പിശാച് വിചാരിച്ചു കാണണം ആമേൻ, എൻ്റെ പദ്ധതികൾ വിജയിച്ചു, ഞാൻ ആഗ്രഹിച്ചതുപോലെ ഇതാ നടന്നിരിക്കുന്നു, സഭ ചിതറിപ്പോയി, സഭ ഇനി ഒരിക്കലും ആമേൻ, അല്ലെങ്കിൽ ശിഷ്യന്മാർ കർത്താവിനെ അറിയുന്നവർ ഇനി ഒരിക്കലും ചേർന്ന് നിൽക്കാത്ത വിധത്തിൽ ചിതറിപ്പോയി, ഇവർക്കിനി ഒരു വളർച്ച ഉണ്ടാകത്തില്ല. കേൾക്കണമേ, നീ വളരത്തില്ല എന്ന്, നിന്റെ വളർച്ചയ്ക്ക് ഇടയാകുന്നതിനെ എല്ലാം നശിപ്പിച്ചു എന്ന് പിശാച് ആമേൻ പല്ലുറുമി ചിരിക്കുമ്പോൾ, ആ പിശാചിന്റെ വാക്കുകൾ കേട്ട് തളർന്നിരിക്കുമ്പോൾ നീ തിരിച്ചറിയ, ചിതറിപ്പോയവർ വീണ സ്ഥലം നശിച്ചു പോയില്ല, അവരുടെ ഉള്ളിൽ കത്തിയ തീ ചിതറിപ്പോയിടത്തൊക്കെ വലിയ തീ കത്തലായി മാറി. ആമേൻ. കത്തിച്ചുകൊണ്ട് ആ തീ വീണിടത്തൊക്കെയും യേശുവിൻ നാമത്തിൽ ചിതറിപ്പോയ ആരോ എന്നെ കേൾക്കുന്നുണ്ട്. കഷ്ടത മുഖാന്തരം ചിതറിപ്പോയ യേശുവിൻ നാമത്തിൽ ആമേൻ സ്തോത്രം. നിന്നെ ചിതറിച്ച പിശാചിന് അറിയത്തില്ല നീ ഒരു തീക്കൊള്ളിയ. ആമേൻ സ്തോത്രം. നീ എവിടെ വീണാലും അവിടെ തീ കത്തും, നീ ഏത് കാട്ടിൽ വീണാലും ആ കാട് തീയെ കത്തിക്കും. ആമേൻ. റാധേരെ ശന്ധാരകന ദീപൽ ബൗഡ ശന്ധോരകന, നീ ചിതറിപ്പോയ സ്ഥാനത്ത് ഓ റാധാര ശിഖാരദരെ ശന്ധാരകന ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തി നിന്നിലൂടെ വെളിപ്പെടുവാൻ പോകുക. കഷ്ടതയെ തുടർന്ന് നീ എവിടെയൊക്കെ ചിതറിപ്പോയോ, കഠിനതയെ തുടർന്ന് നീ എവിടെയൊക്കെ വീണുപോയോ, അവിടേക്ക് ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തി ഈ വൈകിയ വേളയിൽ നിന്നിലൂടെ എന്റെ കർത്താവ് ചെയ്തെടുക്കുവാൻ പോകുക. മുറിക്കകത്ത് കരയുന്ന സഹോദരി, ജോലി നഷ്ടപ്പെട്ട് ഭാരത്തോടെ ആയിരിക്കുന്ന സഹോദരി, കേൾക്ക്, നീ കരയുന്ന സ്ഥാനത്ത് എന്റെ ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തി നിന്നിലൂടെ വെളിപ്പെടുവാൻ പോകുക. ഓ റാധരെ ഷിയാറാധരെ ശന്ധാർഗൻ യേശുവിൻ നാമത്തിൽ. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. കഷ്ടതയെ തുടർന്ന് ചിതറിയ അനുഭവം കടന്നു വന്നു, വലിയ നഷ്ടമുണ്ടായി. ആമേൻ. എന്നെ കേൾക്കുന്ന നിങ്ങൾക്കത് അപരിചിതമല്ല. ഓരോ കഷ്ടതകളും ജീവിതത്തിൽ വലിയ നഷ്ടങ്ങളെ സമ്മാനിക്കും. യോബിന്റെ ജീവിതം തന്നെ ഒരിക്കൽ കൂടി അന്ന് തോട്ടുപോകുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ആമേൻ. വലിയ കഷ്ടത യോബിന്റെ ജീവിതത്തിൽ കടന്നു വന്നു. എഴുതി വയ്ക്കുവാൻ തക്കവണ്ണമുള്ള ആമേൻ നഷ്ടങ്ങൾ യോബിന്റെ ജീവിതത്തിലുണ്ടായി. എഴുതി വയ്ക്കുവാൻ തക്ക വിധത്തിലുള്ള നഷ്ടങ്ങൾ യോബിന്റെ ജീവിതത്തിലുണ്ടായി. ഒരിക്കൽ യോബിനെ തേടി ദൈവം വന്നു. ഞാൻ പറഞ്ഞുവല്ലോ, പിന്നെയും ആമേൻ ആവർത്തിച്ചു പറയട്ടെ, വന്ന നാളിൽ ചേർത്ത് പിടിച്ച്, യോബേ, നഷ്ടപ്പെട്ടതെല്ലാം പോട്ടെ, പോയത് പോകട്ടെ, ഇപ്പോൾ ഞാൻ നിന്റെ കൂടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്ന ഒരു ലോക മനുഷ്യനെ അല്ല ഇയ്യോബിന്റെ ദൈവത്തിൽ നമുക്ക് കാണുവാനായി കഴിയുന്നത്. ഈ രാത്രി ആ ഇയ്യോബിന്റെ ദൈവം നമുക്കൊപ്പമുണ്ട്. ആമേൻ. ഇയ്യോബിന്റെ ദൈവം ഇയ്യോബിന് എന്തൊക്കെ നഷ്ടപ്പെട്ടുവോ അതൊക്കെയും ലിസ്റ്റ് എടുത്ത് ഇരട്ടിയായി തിരികെ നൽകിയ ദൈവമാണ്. ആമേൻ. ഒരിക്കൽ കൂടി ആവർത്തിച്ചു പറയട്ടെ, നിന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ സെക്കൻഡുകൾ പോലും ലിസ്റ്റ് എടുത്ത് തിരികെ വിശ്വസിക്കുന്നവർ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. ചിലപ്പോൾ അതൊരു സെക്കൻഡ് ആയിരിക്കാം, ചിലപ്പോൾ ഒരു മണിക്കൂറായിരിക്കാം. നീ തലകുനിച്ചു നിന്ന ആ മണിക്കൂർ, നീ കൈകെട്ടി തലകുനിച്ചു നിന്ന ആ മണിക്കൂർ, സ്തോത്രം, ആ ഒരു മൊമെന്റ് ആയിരിക്കാം. ആമേൻ. ഹല്ലേലൂയ. എൻ്റെ ദൈവം ലിസ്റ്റ് ചെയ്ത് അതിനെ തിരികെ തരും. എൻ്റെ ദൈവം ലിസ്റ്റ് ചെയ്ത് അതിനെ തിരികെ തരും. ഓ റാധാരാഷിയാറേ, നീ കുറ്റം കേട്ട, നീ പരിഹസിക്കപ്പെട്ട, നീ നിന്ദിക്കപ്പെട്ട, നീ അപമാനിക്കപ്പെട്ട, ഓ റാധാര, താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. നിങ്ങൾ യോബിന്റെ പുസ്തകം 42-ാം അധ്യായം വായിച്ചു വരുമ്പോൾ ആ പുസ്തകം എഴുതി നിർത്തുന്നതിന് മുമ്പ് വളരെ മനോഹരമായി അവിടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും. ഇത്ര ആട്, ഇത്ര ഒട്ടകം, ഇത്ര പെൺകഴുത, എന്തിന് നഷ്ടപ്പെട്ട മക്കൾക്ക് പോലും ഇരട്ടി ദൈവം നൽകി യോബിനെ മാനിച്ചു. അങ്ങനെയെങ്കിൽ ഇന്ന് ഈ വൈകിയ വേളയിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ കഷ്ടതയിൽ കടന്നു പോകുന്ന എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങളോട് വിളിച്ചു പറയട്ടെ, ആമേൻ, എൻ്റെ ദൈവം ലിസ്റ്റ് ചെയ്ത് നിങ്ങൾ കരയുന്ന ആ ഓരോ സമയത്തിനും ഓരോ മിനിറ്റിനും പകരം തരും. ആമേൻ. ഹല്ലേലൂയ. ആ പകരം അനുഭവിച്ചിട്ടല്ലാതെ നിങ്ങൾ മാറിപ്പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. അവൻ യഥാസ്ഥാപനപ്പെടുത്തും, അവൻ യഥാസ്ഥാപനപ്പെടുത്തും. നന്മകളുടെ യഥാസ്ഥാപനമുണ്ട് പ്രിയ ദൈവ പൈതലേ, നന്മകളുടെ യഥാസ്ഥാപനമുണ്ട് പ്രിയ ദൈവ പൈതലേ, സന്തോഷത്തിന്റെ യഥാസ്ഥാപനമുണ്ട് പ്രിയ ദൈവ പൈതലേ, അനുഗ്രഹത്തിന്റെ യഥാസ്ഥാപനമുണ്ട് പ്രിയ ദൈവ പൈതലേ, ശുശ്രൂഷയുടെ യഥാസ്ഥാപനം
യഥാസ്ഥാപനമുണ്ട്. പ്രിയ സഹോദര, ശുശ്രൂഷയുടെ യഥാസ്ഥാപനമുണ്ട്. പ്രിയ സഹോദരി, ശുശ്രൂഷയുടെ യഥാസ്ഥാപനമുണ്ട്. കർത്താവിന്റെ വരവ് താമസമെങ്കിൽ നിന്നെ യഥാസ്ഥാപനപ്പെടുത്തി ആ കർത്താവിന്റെ വരവിന് അനേകരെ ഒരുക്കുവാൻ തക്കവണ്ണം എന്റെ ദൈവം കൊണ്ടു നിർത്തുമെന്ന് ഇന്ന് രാത്രിയിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആലോചന പറയുക. യേശുവിൻ നാമത്തിൽ ഹല്ലേലൂയ. സ്തോത്രം. നോക്കൂ, ആമേൻ, സ്തോത്രം. ചിതറിപ്പോയതിനെ ദൈവം യഥാസ്ഥാപനപ്പെടുത്തി. ആമേൻ. പത്രോസ് പറയുന്നു, ആമേൻ, കഷ്ടമുണ്ട്, പക്ഷേ ആ കഷ്ടം അല്പകാലത്തേക്ക് മാത്രം അത്രേ. അതുകൊണ്ടാണ് ലൂക്കോസ് എന്ന സുവിശേഷകൻ കർത്താവായ യേശു ക്രിസ്തു കടന്നുപോയ കഠിനമായ കഷ്ടതയുടെ അനുഭവത്തെ ഇവിധത്തിൽ ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം 24-ാമത്തെ വാക്യത്തിൽ പറഞ്ഞത് പാനപാത്രം. ആമേൻ. കഷ്ടത സമം പാനപാത്രം എന്ന് ലൂക്കോസ് പറയുവാൻ കാരണം മറ്റൊന്നുമല്ല. ആമേൻ, സ്തോത്രം. പാനപാത്രം എന്ന് പറഞ്ഞാൽ കുടിക്കുന്ന പാത്രം. ആമേൻ. വെള്ളം കുടിക്കുവാനുള്ള പാത്രം. വെള്ളം കുടിച്ചാൽ അത് തീരും. കഷ്ടത അത് തീരുന്നതത്രേ. ആമേൻ. ഹല്ലേലൂയ. ഒരു കഷ്ടതയും നിന്റെ മരണം വരെ തുടരത്തില്ല. കാരണം നീ ഒരു ഭക്തനാണ്, നീ ഒരു ഭക്തയാണ്. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഒരു കഷ്ടതയും നിന്റെ ജീവിത അവസാനം വരെ തുടരുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ആ ദുഃഖത്തിന്റെ പാനപാത്രം നിന്റെ കരങ്ങളിൽ കർത്താവ് തന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ കർത്താവിനറിയാം, നീ അതിനെ ഒഴിഞ്ഞ പാത്രമാക്കി മാറ്റും. നിറഞ്ഞ കഷ്ടതയുടെ പാത്രത്തെ ഒഴിഞ്ഞ പാത്രമാക്കി മാറ്റുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. ഓ റാധേരേ ശന്ധാരകന, യേശുവിൻ നാമത്തിൽ. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. നോക്കൂ, ആ യഥാസ്ഥാപനത്തിൽ വിശ്വസിക്കുന്നവരെ കുറിച്ച് ആമേൻ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു. 1 പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് മാന്യതയുണ്ട്. ആമേൻ. ആ യഥാസ്ഥാപനത്തിൽ വിശ്വസിക്കുന്നവർക്ക് മാന്യതയുണ്ട്. എന്താണ് ആ മാന്യത? ആമേൻ. തള്ളിക്കളയപ്പെട്ട കല്ല് മൂലക്കല്ലായി മാറും. ചിതറപ്പെട്ടതിനെ തിരിച്ചെടുത്ത് അടിസ്ഥാന കല്ലാക്കി വെച്ച് ദൈവം ചിലതിനെ പണിതെടുക്കും. ആമേൻ. നീ ഒഴിവാക്കപ്പെട്ടുവോ, നീ തള്ളപ്പെട്ടുവോ, നീ വലിച്ചെറിയപ്പെട്ടുവോ, നീ ഉപേക്ഷിക്കപ്പെട്ടുവോ, കേൾക്ക്, നിന്നെ തിരിച്ചെടുത്ത് ചിലതിന്റെ അടിസ്ഥാന കല്ലാക്കി മാറ്റും. ഓ ഷാറാധാര ഷിയാറദരെ ശന്ധാരകന, യേശുവിൻ നാമത്തിൽ. ദൈവത്തിന്റെ ഒരു പ്രവൃത്തി നിന്റെ പട്ടണത്തിൽ, നിന്റെ ദേശത്തിൽ, നിന്റെ കുടുംബത്തിൽ നടക്കണമെങ്കിൽ നീ എന്ന മൂലക്കല്ലിനെ ഓ റാധാര ഷിയാറദരെ ശന്ധാരകന വിശ്വസിക്കുന്ന പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ സന്നിധിയിൽ ഇടിവിൽ നിന്ന് നിന്നെ ഒഴിവാക്കിയിട്ട് ആമേൻ റാധാര പലതും കെട്ടി ഉയർത്താമെന്ന്, പലതും ചെയ്യാമെന്ന് പലരും വ്യാമോഹിക്കുമ്പോൾ ഇന്ന് ഈ വൈകിയ വേളയിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ വിളിച്ചു പറയട്ടെ, നീ എന്ന അടിസ്ഥാനത്തിലല്ലാതെ ദൈവം ആ ദേശത്തിൽ ചിലത് ചെയ്യത്തില്ല. കരയുന്ന പ്രാർത്ഥിക്കുന്ന ഭക്ത, ഉപവസിക്കുന്ന പ്രാർത്ഥിക്കുന്ന ഭക്തേ, നീ എന്ന അടിസ്ഥാനത്തിലല്ലാതെ നിന്റെ ദേശത്തിന്റെ വിടുതലിന്റെ ദൈവം ഒരുക്കത്തില്ല. നിന്റെ കുടുംബത്തിന്റെ വിടുതലിന്റെ ദൈവം ഒരുക്കത്തില്ല. നിന്റെ സഭയുടെ വിടുതലിന്റെ ദൈവം ഒരുക്കത്തില്ല. നിന്നെ തള്ളിക്കളയപ്പെട്ട, നിന്നെ അടിസ്ഥാന കല്ലാക്കി ഒഴിവാക്കപ്പെട്ട, നിന്നെ പരിഹസിക്കപ്പെട്ട, നിന്ദിക്കപ്പെട്ട, കുറ്റം പറയപ്പെട്ട നിന്നെ അടിസ്ഥാന കല്ലാക്കി, മൂലക്കല്ലാക്കി എൻ്റെ ദൈവം ചിലതിനെ പണിതുയർത്തും. ഹല്ലേലൂയ. പണിതുയർത്തുന്ന ഒരു ദൈവമുണ്ട്. അപ്പോസ്തലൻ പൗലോസ് പറയുന്നു, വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ആ മാന്യത ഉണ്ട്. ആമേൻ. ഈ കഷ്ടതയുടെ മധ്യത്തിലും വിശ്വസിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ നിശ്ചയമായും ആ മാന്യത ഉണ്ട്. രണ്ടാമതായി ആ ഭാഗത്തിൽ ഈ വിധത്തിൽ കാണുവാനായി കഴിയും, ദൈവം നിങ്ങളെ ശക്തീകരിക്കും. എവിടെയാണ് കർത്താവ് നമ്മെ ശക്തീകരിക്കേണ്ടത്, അല്ലെങ്കിൽ എവിടെയാണ് നമുക്ക് ശക്തി ആവശ്യം? നോക്കൂ, 8-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, 1 പത്രോസിന്റെ ലേഖനം 5-ാം അധ്യായം 8-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത് കാണുവാനായിട്ട് കഴിയും. അലറുന്ന സിംഹം പോലെ വരുന്ന പിശാച്. ആമേൻ. ആ പിശാചിനോട് എതിർത്ത് നിൽക്കുവാൻ മാനുഷികമായ ശക്തി പോരാതെ വരും എന്നല്ല, മാനുഷികമായ ശക്തി കൊണ്ട് പിശാചിനോട് എതിർത്ത് നിൽക്കുവാൻ കഴിയത്തേ ഇല്ല. സ്തോത്രം. അവൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കുവാൻ നിങ്ങൾക്ക് കഴിയണമെന്നില്ല. അവൻ്റെ പദ്ധതികളോട് എതിർത്ത് നിൽക്കുവാൻ നിങ്ങൾക്ക് കഴിയണമെന്നില്ല. എന്നാൽ ഈ വൈകിയ വേളയിലും വിളിച്ചു പറയട്ടെ, പ്രതിയോഗി, ശത്രു, അത് പിശാചാകട്ടെ, മനുഷ്യനാകട്ടെ, അവൻ്റെ പദ്ധതികളാകട്ടെ, സാഹചര്യങ്ങളാകട്ടെ, അതിനോട് എതിർത്ത് നിൽക്കുവാൻ
നേരിടുവാനും ജയിക്കുവാനും തക്കവണ്ണം നിങ്ങളെ ശക്തീകരിക്കുന്ന ഒരു ദൈവം ഈ വൈകിയ വേളയിലും കൂടെയുണ്ട്. ഈ കഷ്ടതയിൽ നീ തകർന്നു പോകത്തില്ല. അലറുന്ന സിംഹം എന്ന പോലെ നിന്നെ കീറിക്കളയുവാൻ, നിന്നെ വിഴുങ്ങുവാൻ കടന്നു വരുന്ന ആ പിശാചിനെ ജയിക്കുവാൻ തക്കവണ്ണം എൻ്റെ ദൈവം നിന്നെ ശക്തനാക്കി തീർക്കും. അതെ, ആ പിശാചിന് മുമ്പിൽ നീ കീഴ്പ്പെട്ടു പോകുവാൻ, വാക്കുകൊണ്ട് നിന്നെ കൊന്നുകളയുന്ന, വാക്കുകൊണ്ട് നിന്റെ ഹൃദയത്തെ കീറി മുറിക്കുന്ന, വാക്കുകൊണ്ട് നിന്റെ വിശ്വാസത്തെ നഷ്ടപ്പെടുത്തി കളയുന്ന, പിടിച്ചു നിൽക്കുവാനും മുൻപോട്ട് പോകുവാനും ഇടവരുത്താത്ത വിധത്തിൽ നിന്റെ പ്രതീക്ഷകളെയും പ്രത്യാശയും നഷ്ടപ്പെടുത്തി കളയുന്ന സിംഹത്തെ പോലെ അലറി വരുന്ന ആ പിശാചിന് മുമ്പിൽ എൻ്റെ ദൈവം നിന്നെ ശക്തീകരിച്ചു. ഓ രാധാര ശിഖ ഹൃദയ ശന്ധാരകന ദീപൽ ബൗഡ ശന്ധോർഗന യേശുവിൻ നാമത്തിൽ ആ പിശാചിന് മുമ്പിൽ നീ തകർന്നു പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തേയില്ല. ആ ശത്രുവിന് മുമ്പിൽ നീ വീണു പോകുവാൻ, നീ പരാജയം സമ്മതിക്കുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തേയില്ല. കേൾക്ക്, യാക്കോബിന്റെ ലേഖനം 4:7 പറയുന്നു, എതിർത്ത് നിൽക്കുമെങ്കിൽ ആ പിശാച് ഓടിപ്പോകും. എതിർത്ത് നിൽക്കുവാൻ ദൈവം ഇന്ന് ശക്തി തരും. ആമേൻ. അപവാദം പറയുന്ന ആ പിശാചിനോട് എതിർത്ത് നിൽക്കുവാൻ, കുറ്റം പറയുന്ന പിശാചിനോട് എതിർത്ത് നിൽക്കുവാൻ, നിന്നെ ജഡ്ജ് ചെയ്യുന്ന പിശാചിനോട് എതിർത്ത് ഓ രാധാരാശിയാറധരെ ശന്ധാരകൻ യേശുവിൻ നാമത്തിൽ തിരിച്ചറിയുന്നവർ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. ഇനി ആ പിശാചിന് മുമ്പിൽ ആമേൻ നീ കീഴ്പ്പെടത്തില്ല. ഇനി ആ പിശാചിന് മുമ്പിൽ നീ കീഴ്പ്പെടത്തില്ല. ഓ സ്തോത്രം. രാധേരെ ശന്ധാരകന കീറിക്കളയുവാൻ തക്കവണ്ണം, നിന്റെ സ്വസ്ഥതയെ സമാധാനത്തെ നഷ്ടപ്പെടുത്തുവാൻ തക്കവണ്ണം, നിന്റെ അനുഗ്രഹങ്ങളെ നഷ്ടപ്പെടുത്തുവാൻ തക്കവണ്ണം, നിന്റെ നന്മകളെ നഷ്ടപ്പെടുത്തുവാൻ തക്കവണ്ണം നിനക്ക് വിരോധമായി കയറി വരുന്ന ആ പിശാചിനോട് എതിർത്ത് നിൽക്കുവാൻ സഹോദരി നീ തളർന്നു പോകുവാൻ, പ്രിയ സഹോദര നീ തളർന്നു പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. നീ പ്രാർത്ഥിച്ച് ഈ ദിവസങ്ങളിൽ ഒരുങ്ങിയായിരിക്കുന്നത് തളർന്ന് മാറി നിൽക്കുവാനല്ല. യേശുവിൻ നാമത്തിൽ ആമേൻ. ആ സിംഹം ആമേൻ അവൻ നിന്നെ വിട്ട് മാറിപ്പോകുക. ആ പിശാച് നിന്നെ വിട്ട് മാറിപ്പോകുക. ആ അപവാദിയായ പിശാച്, ഓ രാധാര, ആ കുറ്റം പറയിപ്പിക്കുന്ന പിശാച്, ആ അപവാദ പ്രചരണം നടത്തുന്ന പിശാച്, ആ ദുഷ്പ്രവൃത്തി, ഓ രാധാര, ദുഷ്പ്രചരണം നടത്തുന്ന പിശാച്, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ നീ എതിർത്ത് നിൽക്കുമെങ്കിൽ അവൻ നിന്നെ വിട്ട് ഓടിപ്പോകുക. യേശുവിൻ നാമത്തിൽ ഈ വൈകിയവേളയിൽ നിന്നെ ഭയപ്പെടുത്തുന്ന പിശാച് ഓടിപ്പോകുക. നിന്റെ ദേശത്തിൽ നിന്ന്, നിന്റെ കുടുംബത്തിൽ, ഓ രാധാര ശിഖാരധരെ യേശുവിൻ നാമത്തിൽ, ഓ ഹൃദയനെ ശന്ധാരകന യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. എതിർത്ത് നിൽക്കുവാനുള്ള ശക്തി. ആമേൻ. ആ കഷ്ടതയുടെ മധ്യത്തിൽ അപ്പോസ്തലൻ പത്രോസ് ചിതറിപ്പോയവരെ നോക്കി പറയുക, എൻ്റെ ദൈവം ഈ കഷ്ടതയിൽ എതിർത്ത് നിൽക്കുവാൻ നിനക്ക് ശക്തി പകരും. ആമേൻ, ഹല്ലേലൂയ. പിശാചിനോട് എതിർത്ത് നിൽക്കുന്നത് ഒരു നിസ്സാര കാര്യമല്ല. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ സമയങ്ങളിൽ ഒരുപക്ഷെ പിശാചിൻ്റെ പ്രവൃത്തി നമുക്ക് തിരിച്ചറിയുവാൻ പോലും കഴിയണമെന്നില്ല. എന്നാൽ ആമേൻ, കഷ്ടതയുടെ മധ്യത്തിൽ അതിനെ തിരിച്ചറിയുവാനും കഷ്ടത നൽകുന്ന ആ കഠിനതയിൽ പ്രാർത്ഥിച്ചുപവസിച്ച് ശക്തി പ്രാപിച്ച് പിശാചിനെ എതിർത്ത് നിൽക്കുവാനും കർത്താവ് നമുക്ക് കൃപ നൽകും. ആമേൻ, ഹല്ലേലൂയ. ചില കഷ്ടതകൾ കടന്നു വരുമ്പോൾ തിരിച്ചറിയുക, ആമേൻ, അത് നമ്മുടെ തകർച്ചയ്ക്കല്ല, വിടാതെ പിന്തുടരുന്ന പിശാചിനെ ജയിക്കുവാനത്രേ. ആമേൻ. പ്രതിസന്ധി ഏറുമ്പോൾ, വെല്ലുവിളികൾ ഏറുമ്പോൾ, മരുഭൂമിയുടെ കഠിനത ഏറുമ്പോൾ തിരിച്ചറിയ ഒരു പുറത്തുവരവുണ്ട്, ഒരു യഥാസ്ഥാപനത്തിന്റെ അനുഭവം ഉണ്ട്, വാഗ്ദത്തത്തിലേക്കുള്ള ഒരു കാൽവയ്പുണ്ട്. ചില പുതിയത് സംഭവിക്കുവാനായി പോകുന്നു. ഓ രാധാര ഷിയാറധരെ ശന്ധാരകന. പ്രതീക്ഷിക്കാത്ത ചിലത്, ചിന്തിക്കുവാൻ കഴിയാത്ത ചിലത് ജീവിതത്തിൽ കടന്നു വരുന്നത് കണ്ട് ഭയന്നായിരിക്കുന്ന സഹോദര സഹോദരി കേൾക്ക്. ആമേൻ, സ്തോത്രം. ഓ രാധാര ശഖ വാഗ്ദത്തത്തിലേക്കുള്ള കാൽവയ്പിന് സമയമായിരിക്കുന്നു. ഓ 2025 നീ കേട്ട അവസരങ്ങളുടെ വാതിൽ തുറന്നു കിട്ടിയിരിക്കുന്നു. വാഗ്ദത്തത്തിലേക്ക് കാൽ വയ്ക്കുവാൻ സമയമായിരിക്കുന്നു. ആമേൻ. ഈ കഷ്ടതയുടെ സീസൺ മാറിപ്പോകുക. നീ ചിതറിപ്പോയ സീസൺ മാറിപ്പോകുക. നിന്റെ നന്മകൾ ചിതറിപ്പോയ സീസൺ മാറിപ്പോകുക. നിന്റെ അനുഗ്രഹങ്ങൾ ചിതറിപ്പോയ സീസൺ മാറിപ്പോകുക.
നിന്റെ കുടുംബം ചിതറിപ്പോയ സീസൺ മാറിപ്പോകുക. ഒരുമിച്ച് പ്രാർത്ഥിച്ചാട്ടെ. ആരും മൗനമായിരിക്കരുത്. ആ ശക്തി പകരപ്പെടുക. പരിശുദ്ധാത്മാവിന്റെ ശക്തി ഓ യെസ്, യേശുവിൻ നാമത്തിൽ. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ആ ശക്തി പകരപ്പെടുക. എതിർത്ത് നിൽക്കുവാനുള്ള ശക്തി, നീ തലകുനിച്ചു പോകാതിരിക്കുവാനുള്ള ശക്തി, നീ പരാജയപ്പെട്ടു പോകാതിരിക്കുവാനുള്ള ശക്തി, നീ നഷ്ടപ്പെട്ടവളായി തീരാതിരിക്കുവാനുള്ള ശക്തി. ഒരുമിച്ച് ആ നല്ല കർത്താവിനെ സ്തുതിച്ചാട്ടെ. ആ ശക്തി പകരപ്പെടുക. ഓ രാധാരാഷിയാറത്തരെ ശന്താർഗരെ യഥാസ്ഥാപനത്തിന്റെ ശക്തി, യഥാസ്ഥാപനത്തിന്റെ ശക്തി, യഥാസ്ഥാപനത്തിന്റെ ശക്തി. യെസ്, ഓ രാധാരാഷിയാറത്തരെ നഷ്ടപ്പെട്ടതിനെ തിരികെ പ്രാപിക്കുന്ന ശക്തി. ഒരുമിച്ച് എഴുന്നേറ്റുന്നു, കരങ്ങളെ തട്ടി നല്ല കർത്താവിനെ നമുക്ക് പാടി മഹത്വപ്പെടുത്താം. ഈ രാത്രി ആ ശക്തി പ്രാപിച്ചിട്ടല്ലാതെ, ഈ രാത്രി ആ വിടുതൽ പ്രാപിച്ചിട്ടല്ലാതെ. താങ്ക് യു ലോർഡ്. സിയോൻ സൈന്യമേ ഉണർന്നിടുവിൻ, വരുതു നീ ജയമെടുത്തു വിരുദു പ്രാപിക്കാം. സിയോൻ സൈന്യമേ ഉണർന്നിടുവിൻ, വരുതു നീ ജയമെടുത്തു വിരുദു പ്രാപിക്കാം. കേൾക്കാറാ കൽക്കാഹളധ്വനി, നപ്പോകാറാ ഇപ്പാർത്തലം വിട്ട് തേജസ്സേറും പുരേ. കേൾക്കാറാ കൽക്കാഹളധ്വനി, നപ്പോകാറാ ഇപ്പാർത്തലം വിട്ട് തേജസ്സേറും പുരേ. സർവ
പ്രേഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രേഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രേഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള MS പ്ലാസയിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.